ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയ്ക്ക് ശേഷം പൃഥ്വിരാജും വിപിൻ ദാസും ഒന്നിക്കുന്ന ചിത്രമാണ് സന്തോഷ് ട്രോഫി. ഒരു ഫാമിലി എൻ്റർടൈനർ ജോണറിൽ വരുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഉടനെ ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാർച്ച് മാസത്തിലായിരിക്കും ഈ ഒരു സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കാൻ പോകുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആസിഫ് അലിയുടെ ആഭ്യന്തര കുറ്റവാളി എന്ന സിനിമയുടെ മോഷൻ പോസ്റ്ററും ഫസ്റ്റ് ലുക്കും വന്നിട്ടുണ്ട്. ഫസ്റ്റ് ലുക്കൊക്കെ കാണുമ്പോൾ സിനിമ ഒരു കോമഡി എൻ്റർടൈനർ ആയിരിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത്. അതുപോലെ ഈദ് റിലീസാണ് സിനിമ പ്ലാൻ ചെയ്യുന്നത്. ഏപ്രിൽ 3-നോ 4-നോ സിനിമ റിലീസ് ചെയ്യാനാണ് നിലവിലെ സിനിമയുടെ ടീം പ്ലാൻ ചെയ്യുന്നത്. GVM ആദ്യമായി ഡയറക്റ്റ് ചെയ്ത മലയാള ചിത്രമാണ് ഡൊമിനിക് ദ ലേഡീസ് സ്പേസ്. മമ്മൂക്കയാണ് സിനിമയിൽ നായകനായിട്ട് എത്തിയത്. ഗോകുൽ സുരേഷും സിനിമയിൽ പ്രധാന റോൾ കൈകാര്യം ചെയ്തിരുന്നു. ആദ്യ ദിനം പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് സിനിമയ്ക്ക് ലഭിച്ചത്. എന്നിട്ട് പോലും സിനിമയുടെ കളക്ഷന് വലിയ രീതിയിലുള്ള വർധനവൊന്നും ബോക്സ് ഓഫീസിൽ ഉണ്ടായില്ല. ഇതുവരെയുള്ള ഡൊമിനിക് സിനിമയുടെ ഗ്ലോബൽ ബോക്സ് ഓഫീസ് കളക്ഷൻ എന്നത് 19 കോടിയാണ്. ഇനി സിനിമയുടെ ബഡ്ജറ്റ് എത്രയാണെന്ന് നോക്കിയാൽ 18 കോടിയാണ് വിക്കിപീഡിയയിൽ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ സിനിമ ഫ്ലോപ്പിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇനി എന്തായാലും വമ്പൻ കളക്ഷനൊന്നും ഡൊമിനിക് സിനിമയ്ക്ക് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. വലിയ സിനിമകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഡൊമിനിക്കിന് ഇത്തരത്തിലുള്ള ഒരു കളക്ഷൻ വരാൻ കാരണം പ്രൊമോഷൻ്റെ കുറവാണെന്നും നമുക്ക് വേണമെങ്കിൽ പറയാം. മമ്മൂട്ടി കമ്പനി അവരുടെ സിനിമകൾക്കൊന്നും വലിയ രീതിയിൽ പ്രൊമോഷൻ കൊടുക്കാത്തത് ഒരു വലിയൊരു പോരായ്മ തന്നെയാണ്. എന്തായാലും അടുത്ത സിനിമയിലൂടെ മമ്മൂട്ടി കമ്പനി തിരിച്ചു വരട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.